ഫിഷിങ്ങിന് പോയി കിട്ടിയ വരാലായിട്ട് വീട്ടിൽ വന്നപ്പോഴാണ് പിള്ളേർ പറഞ്ഞത് ഒരു ചില്ലി ഉണ്ടാക്കിയല്ലോ എന്ന്. അപ്പോൾ എന്തായാലും ചില്ലി ഉണ്ടാക്കാൻ തീരുമാനിച്ചു. അങ്ങനെ പേപ്പർ എടുത്ത് വരാലിനെ കട്ട് ചെയ്യുമ്പോൾ ഒരു ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ന്യൂസ് പേപ്പർ ഉപയോഗിക്കുന്നത്. അത് അതുപോലെ പിടിച്ച് അതിൻ്റെ കഴുത്തൊന്ന് ചെറുതായിട്ടൊന്ന് ഒടിച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വല്ലാണ്ട് പെടയില്ല. അപ്പോൾ ഈസിയായിട്ട് കട്ട് ചെയ്യാം. തൊലി കളഞ്ഞിട്ടാണ് ഞങ്ങൾ വരാൽ ഏത് രീതിയിൽ കുക്ക് ചെയ്യണം, ഫ്രൈ ആണെങ്കിലും അതുപോലെ തന്നെ കറി വയ്ക്കുകയാണെങ്കിലും ഒക്കെ തൊലി കളഞ്ഞിട്ട് എടുക്കുള്ളൂ. അപ്പോൾ നല്ല രീതിയിൽ വൃത്തിയായിട്ട് മേലത്തെ ഞരമ്പൊക്കെ അരിഞ്ഞ് കളഞ്ഞ് തൊലിയൊക്കെ കളഞ്ഞ് സെറ്റായി നല്ല കുളിപ്പിച്ച് കുട്ടപ്പനാക്കിയിട്ട് വേണം നമുക്ക് ഇവനെ ചില്ലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും ഇന്ന് ചില്ലിയുടെ പരിപാടിയാണ്. ചില്ലിയുടെ പരിപാടി എങ്ങനെ ഉണ്ടെന്ന് കണ്ട് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും ഒന്ന് അഭിപ്രായം പറയും. വരാലുകൊണ്ട് എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കാന്ന് വെച്ചാൽ ഏറ്റവും റിസ്ക് ഉള്ള പരിപാടിയാണ് ഈ തൊലി കളയുക, ക്ലീൻ ആക്കുക എന്നുള്ളത്. കാരണം ഇത് നല്ല രീതിയിൽ വൃത്തിക്ക് ക്ലീൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇത് വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. വരാലിന് ചില്ലി ഉണ്ടാക്കാനായിട്ട് ഞങ്ങൾ കട്ട് ചെയ്യുന്ന രീതി ഇങ്ങനെയാണ്. രണ്ട് സൈഡും ഉള്ളിൻ്റെ അവിടെ നിന്ന് മാറ്റിയെടുത്ത് രണ്ട് സൈഡ് അരിഞ്ഞെടുത്ത് നീളത്തിൽ അരിഞ്ഞെടുക്കുന്നിട്ട് അതിനെ വീണ്ടും ഈ രണ്ട് പീസാക്കി മുറിച്ച് പിന്നെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നല്ല രീതിയിൽ കുക്കായി കിട്ടുകയും ചെയ്യും, നല്ല ടേസ്റ്റിൽ നമുക്ക് നല്ല മസാലയൊക്കെ പിടിക്കുകയും ചെയ്യും. അപ്പോൾ അതാണ് നമ്മുടെ കട്ടിങ്ങിൻ്റെ രീതി. പിന്നെ ഇപ്പോൾ ഇതിന് മസാലയായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതുപോലെ തന്നെ ഈസ്റ്റ് ആൻഡ് ചിക്കൻ ചില്ലി മസാല ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഫ്രൈ ചെയ്ത് വെച്ചതിന് ശേഷമുള്ള അടുത്ത പരിപാടിയാണ് നമ്മുടെ ഈ ക്യാപ്സിക്കം അതുപോലെ സവോളയും ചെറുതായി അരിഞ്ഞത് കുറച്ചൊന്ന് ചൂടാക്കിയതിന് ശേഷം അതിൽ നമ്മൾ ഈ വറുത്ത് വെച്ച നമ്മുടെ വരാൽ അതിൽ ചേർക്കുക. അതിന് ശേഷം നമുക്ക് പിള്ളേർക്ക് ഒന്ന് നല്ല ടേസ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കുക. വേറെ സോസുകളൊന്നും ഉപയോഗിച്ചിട്ടില്ല, ടൊമാറ്റോ സോസ് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. പിന്നെ ഇപ്പോൾ അടുത്ത പരിപാടി പിള്ളേർക്ക് ചൂടോടെ അത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവരതിൽ പൊറോട്ടയാണ് വേണ്ടതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പൊറോട്ട വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അത് കുട്ടികൾക്ക് കുറച്ചായിട്ട് കുട്ടികൾക്ക് കൊടുക്കുക. എന്നിട്ട് അവർ കഴിച്ചിട്ട് എന്താണെന്നുള്ള അവർ അഭിപ്രായം പറയും. പിന്നെ ഇപ്പോൾ മീനുകൊണ്ട് എന്തുണ്ടാക്കി കൊടുത്താലും അവർ അടിപൊളി എന്ന് തന്നെ പറയുള്ളൂ. പക്ഷേ സംഭവം നല്ല ടേസ്റ്റാണ്. കാരണം ഞങ്ങൾ ഇടയ്ക്ക് ഉണ്ടാക്കാറുള്ളതാണ്. അടിപൊളി സംഭവമാണ്, നല്ല ടേസ്റ്റായിട്ടുണ്ട്. അതായത് വരാൽ എന്നും ഈ കറി വയ്ക്കുക, വറക്കുക അങ്ങനത്തെ ഒക്കെ പരിപാടി ചെയ്യുന്നവർക്ക് ഒരു വെറൈറ്റി ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല സൂപ്പർ ടേസ്റ്റിൽ നല്ല അടിപൊളിയായിട്ട് പൊറോട്ടയ്ക്കും ചപ്പാത്തി പത്തിരി അങ്ങനെ ഇടയിലേക്കൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല സൂപ്പർ സാധനമാണ് ഈ വരാൽ ചില്ലി. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എങ്ങനെ ഉണ്ടെന്നുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. എന്തായാലും പിള്ളേർ നല്ല ഹാപ്പിയാണ്. അവർ നല്ല അടിപൊളിയായിട്ട് തന്നെയാണ് പറഞ്ഞത്. സംഭവം നല്ല ഒടുക്കത്തെ ടേസ്റ്റാണ് കേട്ടോ.